وأحسن كما أحسن الله إليك. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ സഹോദരീ സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് ഞാനും നിങ്ങളും ഖത്മുൽ ഖുർആൻ മഅൽ മഅന, ആശയ അർത്ഥ തലത്തിലുള്ള വിശുദ്ധ ഖുർആനിൻ്റെ മുഴുവനായ പാരായണം നടത്തുന്നതിൻ്റെ ഭാഗമായി മൂന്നാമത്തെ ജുസ്ഇലേക്ക് കടന്നിരിക്കുകയാണ്. തിൽക്കർ റുസുൽ ജുസ്ഇലാണ് ഉള്ളത്. ആദ്യ പേജിൽ തന്നെ ആയത്തുൽ കുർസിയാണ് വരുന്നത് എന്ന് പാരായണ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാകും. ആയത്തുൽ കുർസി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആളമത്തിനെക്കുറിച്ച് സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദത്തു ആയി അൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ സയ്യിദത്താണ് എന്ന് ആയത്തുൽ കുർസിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹിയ, ആയത്തുൽ കുർസി എന്നത് സൂറത്തുൽ ബഖറയിലെ 255 വചനമാണ്. ഓർക്കേണ്ട ചില പോയിന്റുകൾ മാത്രം പറയാൻ. സയ്യിദത്ത് എന്നാണ് അതിന് നാമകരണം നൽകപ്പെട്ടിട്ടുള്ളത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്ന, പ്രധാനമായ 5 നാമവിശേഷണങ്ങൾ, അസ്മാഉൽ ഹുസ്ന എടുത്തു പറയപ്പെടുന്നുണ്ട്. മദീനയിൽ വെച്ചാണ് ആയത്തുൽ കുർസി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആയത്തിനുള്ളിൽ കുർസി എന്ന ഒരു പ്രയോഗം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി എന്ന് നാമകരണം വന്നു. വ്യത്യസ്ത വീക്ഷണങ്ങൾ കുർസിയെ സംബന്ധിച്ചുണ്ട്. അർശ് തന്നെയാണെന്ന് അഭിപ്രായപ്പെടുന്നവരും, സബഉ സമാവാത്ത്, 7 ആകാശങ്ങൾക്ക് മുകളിലെ കുർസിയായ മറ്റൊന്നിനെ കുറിച്ചാണെന്നും ഒക്കെ വിവരണങ്ങളുണ്ട്. അല്ലാഹു ആലം. ഏതായിരുന്നാലും ഏറെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. തൗഹീദ് വിളംബരം ചെയ്യുന്ന അതിപ്രധാനമായ ഒരു സൂക്തമാണ് ആയത്തുൽ കുർസി. നമുക്ക് ആയത്തുൽ കുർസിയിൽ വന്നിട്ടുള്ള അസ്മാഉല്ലാഹ് അൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നല്ല നാമങ്ങൾ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ആദ്യം ഒന്ന്, അല്ലാഹു എന്ന ഇസ്മുൽ ജലാല തന്നെയാണ്. ഇസ്മുൽ ജലാല, മഹോന്നത നാമം, അത്യുന്നത നാമം, അല്ലാഹ് എന്ന നാമം. അല്ലാഹ് എന്ന നാമം, മാഷാ അല്ലാഹ്, അല്ലാഹു എന്ന നാമമാണ് അത്യുന്നത നാമം. മഅബൂദായവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. രണ്ടാമത് വന്ന ഒരു നാമമാണ് അസ്മാഉല്ലാഹ് അൽ ഹുസ്നയാണ് അൽ ഹയ്യ്. അൽ ഹയ്യ്. മറ്റൊന്നാണ് അൽ ഖയ്യൂം. അൽ ഖയ്യൂം, ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനായവൻ, ഖയ്യൂം ആയവൻ. അൽ അലി, നാലാമത് വന്ന മറ്റൊന്നാണ്, ഉന്നതൻ, അത്യുന്നതൻ. അൽ അളീം, മഹാനായ, മഹോന്നതൻ എന്ന അർത്ഥം. ഇങ്ങനെ 5 അസ്മാഉല്ലാഹ് അവിടെ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അർത്ഥം കൂടെ പരിശോധിക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലാഹു എന്നാണ് നിർത്തുക, ഹുവ് എന്നല്ല, ഇല്ലാഹു ഒരു ദീർഘമായിട്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധിക്കപ്പെടുവാൻ മറ്റൊരാളും മറ്റൊന്നും തന്നെ ഇല്ല, മറ്റൊന്നുമില്ല.
മറ്റാരുമില്ല. അള്ളാഹുവിന് പുറമേ ഏതിനെയെങ്കിലും എന്തിനെയെങ്കിലും ആരെയെങ്കിലും വിളിച്ചു തേടുന്നവരുണ്ടെങ്കിൽ, ഇബാദത്ത് ചെയ്യുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആയത്തുൽ കുർസിയിൽ പറയുന്ന ഗുണഗണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? അവനെ മാത്രമേ ആരാധിക്കുവാൻ ന്യായമുള്ളൂ. അത് ഒരേ ഒരു ശക്തിക്ക് മാത്രമേ ഉള്ളൂ, അല്ലാഹ് സുബ്ഹാനഹു വ തആല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. എന്തേ കാരണം? അവനല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല. എന്തേ കാരണം? അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സർവനിയന്താവുമായുള്ളവൻ അവനാണ്. അതുകൊണ്ട് അവൻ മാത്രമാണ് ഇലാഹ്. ഖൈറും ശർറും അവനിൽ നിന്നാണ്. അതുകൊണ്ട് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു എന്ന് നമ്മൾ പറഞ്ഞു. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, എനിക്ക് അല്ലാഹ് മതി, കാരണം ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. അലൈഹി തവക്കൽതു, അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം. ലാ തഖുദുഹു, അഖദ എന്ന് പറഞ്ഞാൽ ബാധിക്കുക, പിടികൂടുക. ലാ തഖുദുഹു, അവനെ പിടികൂടുകയില്ല. സിനതുൻ വലാ നൗമുൻ, ഉറക്കമോ മയക്കമോ ക്ഷീണമോ ഒന്നും അവനെ പിടികൂടുന്നില്ല. ലാ തഖുദുഹു സിനതുൻ വലാ നൗം. ഓർക്കുക, നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇവിടെ? അവനാണ് ഇലാഹായ, ഏകനായ ഇലാഹ്. എന്തേ കാരണം? അൽ ഹയ്യ് അവനാണ്, അൽ ഖയ്യൂം അല്ലാഹുവാണ്. അതോടൊപ്പം ലാ തഖുദുഹു സിന, മയക്കം ബാധിക്കുന്നില്ല, വലാ നൗം, ഉറക്കവും ബാധിക്കുന്നില്ല. ഇന്ന് ലോകത്ത് ആരാധിക്കപ്പെടുന്ന, അഭയം തേടി എവിടെയൊക്കെ എത്തുന്നുണ്ടോ ഒരുപാട് മനുഷ്യ സഹോദരങ്ങൾ സഹോദരിമാർ, രോഗമുള്ളവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ഒരുപാട് ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും നേരിടേണ്ടി വരുന്നവരും, ദാരിദ്ര്യത്തിലകപ്പെട്ടു പോയവരും, മാനസികാസ്വാസ്ഥ്യം അകപ്പെടുന്നവരും, ഇങ്ങനെ ഒരുപാട് ആളുകൾ പല കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുകയാണ്, പല ശക്തിയിലും വ്യക്തിയിലും എത്തുകയാണ്. ആലോചിക്കുക, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരോട് നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഇൽമും നല്ല അറിവും നല്ല തഖ്വയുമുള്ള, നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ സുഹൃത്തുക്കളിലെ ആരോടും നമുക്ക് പറയാം, എൻ്റെ രോഗം, ഈ രോഗം ശിഫയാകാൻ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ നമസ്കാര ശേഷമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഉൾപ്പെടുത്തണേ നമ്മുടെ കാര്യവും കൂടെ എന്ന് വസിയത്ത് ചെയ്യാം. ഇത് മരിച്ചുപോയതാകട്ടെ ജീവിച്ചിരിക്കുന്നതാകട്ടെ, മൺമറഞ്ഞു പോയതോ അല്ലാത്തതോ ആയ മറ്റേതെങ്കിലും ശക്തികളോ വ്യക്തികളോ വസ്തുക്കളോ ആകട്ടെ, അവയെക്കുറിച്ച് പരിശോധിച്ചു നോക്കൂ. ഹയ്യല്ല, ഖയ്യൂമല്ല. സിനത്തും നൗമും ബാധിക്കുന്നു, രോഗം ബാധിക്കുന്നു. പിന്നെ എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ടുപോയി ഇറക്കി വെക്കും? നമുക്കെങ്ങനെ തവക്കുൽ ചെയ്യാൻ കഴിയും? നമുക്കെവിടെ അഭയം കിട്ടും? അവിടെ നിന്ന്, അവരിൽ നിന്ന്, അതിൽ നിന്ന് ഒരിക്കലും സാധ്യമല്ല. നേരെ മറിച്ച് ഉണ്ടാകുന്നത് അസ്വസ്ഥതയാണ്. അവിടെ ചെന്ന് പറഞ്ഞാലും വിഷമം തീരൂല, ഇവിടെ ചെന്ന് പറഞ്ഞാലും വിഷമം തീരൂല, അവരോട് പറഞ്ഞിട്ടും തീരുന്നില്ല, ഇവരോട് പറഞ്ഞിട്ടും തീരുന്നില്ല. 4 സ്ഥലത്ത് പറഞ്ഞു. എന്തെങ്കിലും വിഷമം വരുമ്പോൾ അപ്പോൾ എവിടെ നിന്നായിരിക്കും ഇത് വന്നത് എന്നറിയാതെ ആകാശത്ത് നിന്ന് പിടുത്തം വിട്ട് താഴേക്ക് പല ഭാഗത്തേക്ക് എങ്ങോട്ടോ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് തള്ളപ്പെടുന്ന ഒരു ഗതിയുമില്ലാത്തവനെ പോലെ ആയിത്തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം. സിനത്തും നൗമും അവനെ പിടികൂടുകയില്ല. ഇനിയോ, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്
ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലഹു അവൻ്റേതാണ്, അവൻ്റേതാണ്, അവനുള്ളതാണ്. മാ ഫിസ് സമാവാത്, സമാ ജം സമാവാത്, ആകാശങ്ങളിൽ ഉപരിലോകങ്ങളിലുള്ള എല്ലാം അവനുള്ളതാണ്, അവൻ്റേതാണ്. വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും. മറ്റൊരുപാട് സ്ഥലങ്ങളിൽ വമാ ബൈനഹുമ എന്ന് ചേർത്തിട്ടുണ്ട്, വമാ തഹ്ത സറ എന്ന് ചേർത്തിട്ടുണ്ട്. അവക്കിടയിലുള്ളതും ഭൂമിക്കടിയിലുള്ളതും എല്ലാം അവൻ്റേതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നമ്മൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള ഏത് ശക്തിയെ, വ്യക്തിയെ എടുത്തു നോക്കിക്കോ, അവരുടേതാണോ ഇതെല്ലാം? അവർക്കാർക്കെങ്കിലും അവകാശമുണ്ടോ ഇത്? അവർ കാശ് കൊടുത്തു വാങ്ങിയ ആധാരത്തിൽ അവരുടെ പേര് വന്ന ആ പറമ്പ് പോലും അവരുടേതല്ലാതെയായി മാറുന്നു. ആ അദ്ദേഹത്തിൻ്റെ, അവരുടെ ഉടമസ്ഥതയിലുള്ള പലതും അവരുടേതല്ലാതായി മാറുന്നു. പിന്നെ എങ്ങനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഉടമപ്പെടുത്തി തരാൻ ആർക്കും സാധ്യമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ഒരു ഇസ്തിഫ്ഹാമിയായ ഭാഗമാണ്, ഇസ്തിഫ്ഹാമിയായ ഒരു രീതിയാണ്. ചോദ്യത്തിലൂടെ വിഷയം പഠിപ്പിക്കുകയാണ്. ആരാണുള്ളത് അവൻ്റെ അനുമതി പ്രകാരമല്ലാതെ അവൻ്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ, ശഫാഅത്തിനുള്ളത്? ഒരാൾക്കും അങ്ങനെ ഒന്നുമില്ല എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി കാത്തുകിടക്കുന്ന സമയത്ത്, കാലങ്ങൾ കഴിഞ്ഞിട്ടും വിചാരണയ്ക്ക് വിധേയമാകാതെ നിൽക്കുമ്പോൾ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശുപാർശയുണ്ട്. അല്ലാഹുവേ, എൻ്റെ ഖൗമിനെ, ഈ സമൂഹത്തെ, ഈ മനുഷ്യ സമൂഹത്തെ വിചാരണക്കെടുക്ക് റബ്ബേ. പലരും തെറ്റിദ്ധരിച്ചത് ആ ശുപാർശ അല്ലാഹുവേ എൻ്റെ ആളുകളെയൊക്കെ ഒന്ന് സ്വർഗത്തിലാക്കണമെന്ന് പറയാനാണ്. അങ്ങനെയല്ല റസൂലുള്ളാഹിയുടെ ശുപാർശ, ഷഫാഅത്ത്. വിചാരണക്കെടുക്കുവാനുള്ള, ഹിസാബിന് എടുക്കുവാനുള്ള ആവശ്യപ്പെടലാണ്, അപേക്ഷയാണ് ആ ഷഫാഅത്ത്, ശുപാർശ. അല്ലാഹു അങ്ങനെ ശുപാർശ നൽകപ്പെടുകയും എന്നിട്ട് പ്രവാചകനെ അനുസരിച്ച്, പ്രവാചകനെ ഉൾക്കൊണ്ട്, പ്രവാചകനെ ഫോളോ ചെയ്ത് ജീവിച്ചു എന്നതിൻ്റെ പേരിൽ എളുപ്പം സ്വർഗത്തിൽ കടക്കാനും കഴിയുന്നവരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ആകാശങ്ങളിലെ ഒരുപാട് മലക്കുകൾ, എന്ത് കാര്യം? ഒന്നും ചെയ്തു തരൂല, അവരൊന്നും ശുപാർശ ചെയ്യാത്ത ദിവസം എന്ന് ഖിയാമത്തിനെ കുറിച്ച് പോലും വിശദീകരിക്കുന്നുണ്ട്. ആവട്ടെ, ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല, പഠിക്കുക. ഇല്ല ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും വന്നതും വരാനിരിക്കുന്നതും കഴിഞ്ഞതും വരാനിരിക്കുന്നതും അവരുടെ സകലമായ കാര്യങ്ങളും അറിയുന്നവനാണ് അവൻ. ആരാ കൂട്ടരെ ഇന്ന് അല്ലാഹു അല്ലാതെ ഏത് ശക്തിയാ എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം ചെയ്യുന്ന, എല്ലാറ്റിനും കഴിവുള്ള ഒന്ന് ആരാ ഉള്ളത്? ഒന്ന് ഏതാ ഉള്ളത്? എന്താ ഉള്ളത്? ഇല്ല. സോ നമ്മുടെ ആരാധന ഡയറക്റ്റ് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. നിഷ്കളങ്കമായി ആയത്തുൽ കുർസി പഠിക്കൂ. എവിടെയും നിന്നിട്ട് പഠിക്കല്ലേ, ഖുർആനിൽ ഇരുന്നിട്ട് പഠിക്കൂ. നിഷ്കളങ്കമായി ആയത്തുൽ കുർസീനെ ആരെയും കുറ്റപ്പെടുത്തണ്ട, ആരെയും കളിയാക്കണ്ട. നേർക്ക് നേരെ ആയത്തുൽ കുർസി അങ്ങ് പഠിച്ചു നോക്ക്, അള്ളാഹനെ ഇങ്ങനെ കാണും. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവൻ്റെ ഇൽമിൽ നിന്ന് ഒന്നും ഒരാൾക്കും നേടാൻ കഴിയില്ല. അവർ വലയം ചെയ്യുന്നില്ല അവൻ്റെ ഇൽമിൽ നിന്നൊന്നിനെയും ഇല്ല ബിമാഷ, അവൻ ഉദ്ദേശിച്ചതൊഴികെ. അപ്പം അവൻ നൽകുന്ന ഇൽമുകളെ നമുക്കുള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങളുടെയും ആത്യന്തികമായ വിഷയങ്ങൾ അറിയില്ല. നന്മയും തിന്മയും ആത്യന്തികമായി വേർതിരിക്കാൻ പോലും നമുക്ക് കഴിയില്ല. നമ്മൾ ഇന്ന് ശരിയെന്ന് തോന്നുന്നത് നാളെ തെറ്റാണെന്ന് നമ്മൾ തന്നെ തിരുത്തി എഴുതേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇൽമ്
അതാണ് യഥാർത്ഥത്തിൽ ഇൽമ്. അവൻ നമുക്ക് അറിവ് പകർന്നു നൽകുന്നു. അതല്ലാത്ത ഇൽമ് നമുക്കില്ല. വലാ യുഹീതൂനഹു ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. എന്നിട്ട് പറയുന്ന കാര്യം നോക്കൂ നിങ്ങൾ, വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്, വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്. അവൻ്റെ കുർസി അങ്ങനെ തന്നെ അർത്ഥം പറയാം നമ്മൾ. കുർസി എന്നതിന് ഭാഷാപരമായി നമ്മൾ കസേര, ഇരിപ്പിടം എന്നൊക്കെ പറയും. നമ്മൾ കുർസി എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അളമത്തുണ്ടാകും. ആ ഭാഷ അതുപോലെ ഉപയോഗിക്കാം. അള്ളാഹുവിൻ്റെ കുർസി വസിഅ, ഞാൻ നേരത്തെ പാരായണ സമയത്ത് സൂചിപ്പിച്ചു, വസിയ എന്നല്ല വസിഅ എന്നാണ്. വസിഅ വസിഅ എന്ന ക്രിയയുടെ അർത്ഥം വിശാലമാണ്, പ്രവിശാലമാണ്. കുർസിയുഹു, അവൻ്റെ കുർസി വിശാലമായിരിക്കുന്നു. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ വിശാലമായി നിൽക്കുന്നതാണ്. പറഞ്ഞല്ലോ, കുർസി എന്നതുകൊണ്ട് വിവക്ഷ ആർഷ് തന്നെയാണെന്നും അല്ല, അതിന് കീഴെ ഏഴാകാശങ്ങൾക്ക് മുകളിലെ കുർസിയാണെന്നും. അല്ലാഹു ആലം. അത് കാണാനും അവിടെ എത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആകാശഭൂമികളോളം വിശാലമായി നിൽക്കുന്ന കുർസിയുഹു സമാവാതി വൽ അർദ്, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ. അവയെല്ലാറ്റിനെയും, ഇനി ലോകത്തെ മുഴുവനും തന്നെ, ഈ പ്രപഞ്ചത്തെ ആകമാനവും സംരക്ഷിച്ചു കൊണ്ടുപോകുവാൻ ലാ യഊദുഹു, അവന് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ക്ഷീണവും ഇല്ല കേട്ടോ. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം. അവൻ മഹോന്നതനാണ്, അത്യുന്നതനാണ്. അള്ളാഹു എന്ന നാമത്തിൽ തുടങ്ങി അലീം എന്നതിൽ അവസാനിക്കുന്നു. അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നാമങ്ങൾ അസ്മാഉല്ലാഹിൽ ഹുസ്നയിലെ 5 പ്രധാനപ്പെട്ട നാമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ വിശേഷണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനമായ ഒരു മന്ത്രമാണ് ആയത്തുൽ കുർസി. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കാം. ആയത്തുൽ കുർസിൻ്റെ പ്രാധാന്യം, ഫദ്ല് പറയുമ്പോൾ ഏതൊക്കെ സമയങ്ങളിൽ അത് ഉരുവിടാൻ, അത് മന്ത്രിക്കാൻ, അത് പാരായണം ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന് ഖബ്ല നൗം, ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിറാഷിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ആമന റസൂലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിലെ അവസാനം വരുന്നുണ്ടല്ലോ, അപ്പോൾ പറയാം. നിങ്ങൾ ആയത്തുൽ കുർസീനെ പാരായണം ചെയ്യണം. ഫിറാഷിലേക്ക്, വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി പോകുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു സംരക്ഷണമാണ്. അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തും. എല്ലാ കുഞ്ഞുങ്ങളും എല്ലാവരും ഇത് അർത്ഥബോധ്യത്തോടുകൂടെ കാണാതെ പഠിക്കണം. പല വീട്ടിലും ആയത്തുൽ കുർസി എഴുതി വെച്ചിട്ടുണ്ടാകും അലൽ ജുദ്രാൻ, ചുമരുകളിൽ. പക്ഷേ ആയത്തുൽ കുർസി എന്താണെന്ന് അറിയില്ല. എഴുതി വെക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷേ എഴുതി വെക്കുന്നതിൽ അല്ല പ്രധാനം, മറിച്ച് നമ്മുടെ ഉള്ളിൽ കൊത്തിവെക്കേണ്ട വചനമാണ്. നമ്മുടെ കൈകാലുകളിൽ, ശരീരങ്ങളിലൊക്കെ പ്രവർത്തന തലത്തിൽ കാണേണ്ട ഒന്നാണ് ഈമാനിൻ്റെ സർവശക്തിയും പ്രദാനം ചെയ്യുന്ന ആയത്തുൽ കുർസി. ഓക്കെ, ഖബ്ല നൗം, ഉറങ്ങുന്നതിന് മുമ്പ്. മറ്റൊന്നാണ് ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്. എല്ലാ ഫർദ് നമസ്കാരങ്ങളുടെയും ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ അയാളെ മരണമല്ലാതെ സ്വർഗപ്രവേശത്തിന് തടസ്സമായി നിൽക്കുന്നില്ല. മരണത്തോടുകൂടെ സ്വർഗം ലഭിക്കുന്നു എന്നാണ് അർത്ഥം. എന്തേ അങ്ങനെ പറയാൻ അത്ര വലിയൊരു ഗ്യാരണ്ടി? അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം, അപ്പോഴാണ് അറിയുക. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എഴുന്നേറ്റ് പോകുന്നത് കൊണ്ടല്ല, പക്ഷേ പോകുന്നതിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. ശ്രമകരമായ എന്നാൽ ലളിതവും എളുപ്പവുമായ ഒരു സംഗതി തന്നെയാണ്, ഒരു ഇബാദത്ത് തന്നെയാണ്. എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് ഇനി മുതൽ ഞാൻ ആയത്തുൽ കുർസി ഓതുന്നു, ഇന്ന് മുതൽ തീരുമാനമെടുക്കുക, ഓതുക, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതുണ്ടാകും, സഹായിക്കാൻ ശുപാർശയായിട്ടുണ്ടാകും. ഖുർആൻ ശുപാർശയായി വരുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹ് അനുമതി തന്ന ഒന്നാണത്. ഖുർആനിനൊരു അനുവാദം കൊടുത്തിട്ടുണ്ട് അള്ളാഹ്.
ഖുർആൻ എത്ര ഓതിയോ അത്രയും അവിടെ ചെന്നിട്ട് നോമ്പ് അവിടെ ചെന്നിട്ട് അള്ളാൻ്റെ മുമ്പിൽ ശുപാർശ പറയും. യശ്ഫആൻ, രണ്ടാളുകളും അടിമക്ക് വേണ്ടി നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ആയത്തുൽ കുർസി നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യട്ടെ. ഈ കാര്യം മനസ്സിലാക്കിയ അന്ന് മുതൽ എനിക്ക് എന്നെ എല്ലാ നിസ്കാരത്തിന് ശേഷവും എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഞാൻ ഏറെ ശ്രദ്ധിക്കുന്നു ആ കാര്യം, നിങ്ങളും ശ്രദ്ധിക്കൂ. ഉറക്കിന് മുമ്പും ഈ 2 സമയം. ഇനി മൂന്നാമതൊരു സമയം ഏതാണ്? മഅ അദ്കാരി സ്വബാഹി വൽ മസാ, പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദിക്റുകളുടെ കൂടെ. 3ഉം 4ഉം ആയിട്ടെണ്ണാം, അല്ലെങ്കിൽ 3 എന്നെണ്ണാം. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്തതിൻ്റെ പോരിശ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ആളമത്ത് വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച കാര്യമാണ്. ഇങ്ങനെ ഈ 4 സമയം ഓർക്കുക. സമയം അല്പം അധികരിച്ചതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ആയത്തുൽ കുർസി വളരെ പ്രധാനമാണ്. ഒന്നുകൂടെ അത് പഠിക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസി പഠിക്കാനും പ്രാവർത്തികമാക്കാനും അതിൻ്റെ ബറക്കത്തും അളമത്തും ഒക്കെ ഉൾക്കൊള്ളാനും അതിൻ്റെ ബറക്കത്തും നിഅമത്തും അനുഗ്രഹിക്കാനും കഴിയുന്ന, സ്വർഗം ലഭിക്കുന്ന, മരിച്ചിട്ട് നേരെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ.